നവകേരള യാത്രയും രക്ഷാപ്രവർത്തനവും ഒന്നും കേരളം മറന്നിട്ടില്ല. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ്. നവകേരള യാത്രക്കിടെയായിരുന്നു ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് JFMCയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ആദ്യം കേസെടുത്തില്ല, പിന്നീട് കോടതി ഇടപെട്ടു, അങ്ങനെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയത്. ഇപ്പോൾ എന്ത് കാരണം പറഞ്ഞാണ് ക്ലീൻ ചിറ്റ്? കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആലപ്പുഴ നഗരത്തിൽ നിന്ന് പുന്നപ്രയിലേക്കുള്ള യോഗസ്ഥലത്തേക്ക് നവകേരള ബസ് പോകുന്നതിനിടെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച് അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റായ തോമസും മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നവകേരള ബസ് യാതൊരു കുഴപ്പവുമില്ലാതെ കടന്നുപോയതിനു ശേഷം ഇതിന് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സന്തത സഹകാരിയും ഗൺമാനായ അനിൽകുമാറും ഒപ്പം തന്നെ മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും വാഹനം നിർത്തി ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന യൂണിഫോം ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ആ പ്രതിഷേധക്കാരെ ലാത്തി കൊണ്ട് ക്രൂരമായി അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ പക്കലുള്ളത്. ഇത് സംബന്ധിച്ച് വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തിനു മർദ്ദിച്ചു എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFIക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രഘു, ഇത് ആദ്യം ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കണ്ടില്ല എന്ന് പറഞ്ഞു. DYFI നടത്തിയ രക്ഷാപ്രവർത്തനത്തും അത് ജീവൻ രക്ഷിക്കാനായിരുന്നു, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പുതിയൊരു പദപ്രയോഗം തന്നെ കേരളത്തിന് സമ്മാനിച്ചിരുന്നു നവകേരള യാത്രക്കിടെ CM. ഇതിപ്പോ ദൃശ്യങ്ങളില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ. നമ്മളോടൊക്കെ ചോദിച്ചാൽ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അതെ, എന്ന് മാത്രവുമല്ല ഈ പലതവണ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ഭയമായിരിക്കും. ആ ഉദ്യോഗസ്ഥർ അത് തന്നെ ചെയ്യുകയും ചെയ്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയിൽ പോവുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ിലുമുള്ള അന്വേഷണം മുന്നോട്ട് പോയില്ല. തുടർന്ന് ഈ ചെറുപ്പക്കാർ ചീഫ് സെക്രട്ടറിക്കും ഒപ്പം തന്നെ DGPക്കും പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി പരിഗണിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തില്ല. മറിച്ച് ഇവർ ചെയ്തത് ഈ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് ചെന്ന് പേരിന് വേണ്ടി ഈ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തുകൊണ്ട് ഇപ്പോൾ റഫറൻസ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ആദ്യത്തെ വിചിത്രമാണ് ഈ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും പ്രവർത്തകരും. ശരി, രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകിയത്.